അപകട രീതി നമ്മുടെ വണ്ടിയെ ഇടിക്കാനും അത് നമ്മൾ എന്നിട്ട് മുന്നോട്ട് ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടതാണ്. നമ്മളെ സംരക്ഷിക്കേണ്ടവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി മാനസിക പ്രയാസമാണ്. നമസ്കാരം. അപകടമുണ്ടാക്കും വിധം ഓടിച്ചെത്തിയ പോലീസ് ജീപ്പ് പിന്നാലെ പിന്തുടർന്ന് തടഞ്ഞ് ചോദ്യം ചെയ്ത് വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവർ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ടൗണിനോട് ചേർന്ന മൈലപ്രയിലാണ് ഈ സംഭവം നടന്നത്. മൈലപ്രയിൽ കഴിഞ്ഞ 8 വർഷമായി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ശുഭ സന്തോഷാണ് ഇത്തരത്തിൽ വാഹനം പോലീസ് ജീപ്പ് തടഞ്ഞത്. നാട്ടുകാരൊക്കെ പിന്നീട് വന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ വാഹനം ഓടിച്ച പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഏതായാലും തൻ്റെ വാഹനത്തിലേക്ക് ഇടിക്കാൻ വന്ന ആ പോലീസ് ജീപ്പ് ധൈര്യത്തോടെ പിന്തുടർന്ന് അത് ചോദ്യം ചെയ്ത ശുഭ സന്തോഷാണ് നമുക്കൊപ്പം ഉള്ളത്. ചേച്ചി, അതെന്തായിരുന്നു സംഭവിച്ചത്? ഇത് കുമ്പഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വണ്ടിയാണ്. ഞാൻ മൈലപ്രാന്ന് പത്തനംതിട്ടയ്ക്ക് പോകാനെ കൊണ്ട് പോയതാണ്. ഇപ്പം വണ്ടിയെ ഇരുന്ന ഡ്രൈവർ പുറമോട്ട് കിടന്ന് വണ്ടി ഓടിക്കുന്നേ കണ്ടു. അപ്പോൾ എനിക്കിങ്ങനെ സംശയം തോന്നി, ഈ പുള്ളിക്ക് എന്തെങ്കിലും അസുഖമാണോ അറ്റാക്ക് വല്ലതും ആണോ എന്നും കൊണ്ടാണ് ഞാൻ വണ്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതോറും ഇത് പല വണ്ടികളെ ഇടിക്കാനും അങ്ങനെ മുന്നോട്ട് പോകുന്നതോറും പല സ്കൂട്ടറുകളെ ഇടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പം ഞാൻ ബിവറേജിൻ്റെ അവിടെ ചെന്ന് നോക്കി, ഈ വണ്ടി എന്തുവാ, കുഴപ്പം വല്ലതും ആണോ, പുള്ളിക്കാരന് അസ്വസ്ഥത വല്ലതോ ആണോ എന്നറിയാനും വേണ്ടി. ഇപ്പോൾ ഈ വണ്ടി മറിയാൻ പോയി. അപ്പം ഞങ്ങൾ 3 കൂടെ ബഹളം വെച്ചപ്പം പിന്നെ ഈ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി. ഈ വണ്ടി അപകട രീതി നമ്മുടെ വണ്ടിയെ ഇടിക്കാനും അത് നമ്മൾ എന്നിട്ട് മുന്നോട്ട് ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടതാണ്. മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് അല്ല, നമ്മുടെ റിംഗ് റോഡിൽ കയറിയപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ പുറകെ പോയി വണ്ടി റിംഗ് റോഡിൻ്റെ പകുതിയായപ്പോൾ വണ്ടിക്ക് ഓടിക്കാൻ വയ്യ. വണ്ടി അവിടെ അങ്ങ് നിർത്തിയപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഓവർടേക്ക് ചെയ്ത് മുന്നേ കയറ്റിയിട്ടിട്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു ബസ് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ആ ബസ്സുകാരെ കൂടെ വിളിച്ചിറക്കി വണ്ടിയെ നോക്കിയപ്പോൾ ഉണ്ട് ഇതുപോലെ കുടിച്ചിട്ട് ഓടിക്കാൻ വയ്യാത്ത അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലായി. വണ്ടിയെ വേറെ 2 പേരുണ്ടായിരുന്നു, അവരിറങ്ങി ഓടി. പിന്നെ ഡ്രൈവറെ എൻ്റെ കൂടെ നിന്ന ആളാണ് ചാവി ഊരിയ, ഞാൻ ചാവി ഒന്നും ഊരിയിട്ടില്ല. അപ്പോൾ യാത്രക്കാരും ചേച്ചിക്ക് പിന്തുണയായി യാത്രക്കാരെനിക്ക് പിന്തുണയാണ്. പിന്നെ ആ കുഞ്ഞ് ഇറങ്ങി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പ്രൂഫൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ സംരക്ഷിക്കേണ്ടവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി മാനസിക പ്രയാസമാണ്. പിന്നെ എനിക്ക് വാർത്തകളിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ നർക്കോട്ടിക്കിൻ്റെ ടീമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വലിയ സങ്കടമായിരുന്നു. എന്ന് വെച്ചാൽ അവരിങ്ങനെ ചെയ്യുമ്പോൾ അവർ നമുക്ക് സമൂഹത്തിന് എന്തോ മാതൃക കൊടുക്കുന്നത്, ഒരു മാതൃകയും കൊടുക്കുന്നില്ലല്ലോ. അപ്പം അതിയായ വിഷമമാണ്. നമ്മുടെ പത്തനംതിട്ട പോലീസുകാർക്കെല്ലാം കൂടെ ഒരു നാണക്കേടല്ലേ അവർ കാണിച്ചു വെച്ചത്. നമ്മുടെ പോലീസ് ജീപ്പ് പിന്തുടർന്ന് നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു? ശകലം പേടിയുണ്ടായത്, പോലീസ് ജീപ്പാണല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ എനിക്ക് അതിനകത്തിരുന്നാലും സിവിൽ ഡ്രസ്സ് ആയെന്ന് അറിഞ്ഞപ്പം വലിയ പേടിയൊന്നും തോന്നിയില്ല പുറകെ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും പിന്തുടർന്നത്. ഇവർ മറ്റുള്ള വാഹനങ്ങളിലേക്ക് ഒക്കെ അപകടം ഉണ്ടാകുന്ന രീതിയിൽ ഇടിക്കാൻ മറ്റുള്ള വാഹനങ്ങളെ ഇടിച്ചില്ല. അപ്പോഴൊക്കെ ഞങ്ങൾ ഭാഗത്തിരുന്ന് അയ്യോ എന്ന് വെക്കുന്നുണ്ട്. എനിക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല. റോഡിൽ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട്. പിന്നെ അങ്ങ് ചെന്നപ്പോഴാണ് എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയോണ്ടാണ് ഞാൻ മുന്നോട്ട് കയറി വണ്ടി ഇട്ടിട്ട് മറ്റുള്ളവരെ കൂടെ വിളിച്ചിറക്കിയത്. ഒരുപക്ഷെ നിങ്ങൾ തടഞ്ഞില്ലെങ്കിൽ ഒന്നെങ്കിൽ ആ വാഹനം അപകടത്തിൽപ്പെട്ടേനെ. പിന്നെ മറ്റുള്ളവരെ എല്ലാം ഇടിച്ച് നശിപ്പിച്ച ഏതെങ്കിലും കുഞ്ഞുങ്ങളോ അല്ലെ മറ്റുള്ള വാഹനങ്ങളോ അല്ലെ വഴിയെ നടന്നു പോകുന്ന ആൾക്കാരോ അവരെയൊക്കെ ഇടിച്ചത് തകർക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മളത് ചെയ്തത്. അല്ലെ ഇതിനകത്തിൽ ഇങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് പോലീസ് എത്തിയിട്ട് പരിശോധനയൊക്കെ നടത്തി. പോലീസ് സ്പോട്ടിൽ തന്നെ അവിടെ നിന്നൊരു പോലീസിനെ വിളിച്ച് അവർ വന്നു. അവർ വണ്ടി എടുത്തോണ്ട് പോവുക ചെയ്തത്. വേറെ പോലീസുകാർ വന്ന് വണ്ടി എടുത്തോണ്ടാണ് പോയത്. എന്തായാലും ഈ ചേച്ചി ചെയ്ത പ്രവൃത്തി സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ഒക്കെ വൈറലാകുന്നുണ്ട്. അപ്പം ആളുകളൊക്കെ സുഹൃത്തുക്കളെല്ലാവരും വിളിക്കുന്നുണ്ട്. എൻ്റെ ചെയർപേഴ്സണെ, പിന്നെ പഞ്ചായത്തിലുള്ള അംഗങ്ങളെ, എൻ്റെ കൂട്ടുകാർ പഞ്ചായത്തിലുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്. എൻ്റെ പിന്നെ വിദേശത്തൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ട് നല്ല കാര്യമാണ് നീ ചെയ്തത്, തെറ്റായിട്ടൊന്നുമല്ല, പേടിക്കൊന്നും വേണ്ട. ഇത് ഒത്തിരി രാത്രിയൊന്നും ആയില്ല, 6:30 ആയതേ ഉള്ളായിരുന്നു. ഈ പട്ടാപ്പകൽ ഇവരിങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ അത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ലല്ലോ. ഇപ്പം ഞാനോ അതല്ലേ മറ്റവർ നടന്നു വരുന്ന കുഞ്ഞുങ്ങളോ അല്ലെ നടന്നു വരുന്ന വലിയവരോ ഇവരെയൊക്കെ ഇടിച്ചാൽ ആരും ഉത്തരവാദിത്വം പറയും? അവർ മരിക്കുമല്ലോ ചെയ്യത്തുള്ളൂ അല്ലേ? ഏതായാലും ആ സമയത്ത് നിങ്ങൾ തടയാൻ തോന്നി? പിന്നെ അങ്ങനെ തടയാൻ തോന്നി, ധൈര്യപൂർവ്വം തടഞ്ഞത്. പിന്നെ എനിക്ക് ടെൻഷനുണ്ട്. ഇന്നലെ ഞാൻ അഡ്മിറ്റായിരുന്നു, BP കൂടി. എനിക്ക് പേടിയായിരുന്നു. പേടി നല്ല ടെൻഷൻ ഉണ്ട്. പോലീസുകാരല്ലേ അവർ.
പിന്നെ അവർ നമുക്ക് എന്തെങ്കിലും എന്തോ ചെയ്യുമെന്ന് അങ്ങനെ പേടിയൊന്നുമില്ല. വീട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ടൊക്കെ ഭർത്താവ് പിന്നെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ നാട്ടുകാരൊക്കെ എനിക്ക് സപ്പോർട്ടാണ്. നല്ല കാര്യമാണ് ചെയ്തത്. ഇത് സമൂഹത്തിന് മാതൃക കാണിക്കേണ്ടിവരല്ലേ, ഇങ്ങനെ കാണിച്ചാൽ ശരിയല്ലല്ലോ. എത്ര വർഷമായി ഓട്ടോ ഓടിക്കുന്നു? ഞാൻ 8 വർഷം കൊണ്ട് ഓട്ടോ ഓടിക്കുന്ന. ചേച്ചിയുടെ പ്രധാന വരുമാന മാർഗ്ഗം പിന്നെ എൻ്റെ വരുമാന മാർഗ്ഗം ഇതും കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ലോൺ എടുത്തതാണ്. അത് വീട്ടി 4 വർഷം കൊണ്ട് വീട്ടി. ഇപ്പം ലോണില്ല. ഏതായാലും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കാര്യം തന്നെയാണ് ശോഭ ചേച്ചി ചെയ്തത്. ഇത്തരത്തിൽ അലക്ഷ്യമായി അപകടമുണ്ടാക്കുന്ന വിധത്തിൽ വാഹനം ഓടിച്ച പോലീസ് ജീപ്പ് തടയുകയും അത് ചോദ്യം ചെയ്യുകയും പിന്നീട് പോലീസിനെ വിളിച്ചു വരുത്തി അവരെ പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാനൊക്കെ നടക്കുന്ന സമയമാണ്. ഇങ്ങനെ ഓപ്പറേഷൻ തൂഫാന് വേണ്ടി പ്രവർത്തിക്കുന്ന പത്തനംതിട്ട ജില്ലാ പോലീസിൻ്റെ ലഹരി വിരുദ്ധ സ്ക്വാഡിൽ ഉൾപ്പെട്ട 3 പോലീസുകാരാണ് ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചത്. അവരെ നാട്ടുകാരും പോലീസൊക്കെ ചേർന്ന് അല്ലെങ്കിൽ ഇവർ ചേർന്ന് പിടികൂടുന്നത്. ഏതായാലും ഈ സംഭവത്തെ തുടർന്ന് 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ പോലീസിൻ്റെ ലഹരി വിരുദ്ധ സ്ക്വാഡിൽ ഉൾപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രിയേഷ്, രാഹുൽ, സുമൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തോടെ മൈലപ്രയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് വലിയ അഭിനന്ദനങ്ങളാണ് ലഭിക്കുന്നത്. ഇത്തരത്തിലൊരു അപകടം തൊട്ടു മുന്നിൽ കാണുകയും അത് ഉടൻ തന്നെ അത് തടഞ്ഞ് അത് പ്രതികരിക്കുകയും ചെയ്ത ശോഭ ചേച്ചിക്ക് വലിയ അഭിനന്ദന പ്രവാഹമാണ് വരുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.